വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ഈ മോഡ്യൂളിൽ അവസാനത്തെ സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഓരോ മോഡ്യൂളിൽ ഒരു എക്സസൈസാണ് ഉണ്ടാകാറ്. ഇത് ഞാൻ 2 എക്സസൈസായിട്ട് ഇട്ടു. തേർഡ് മോഡ്യൂളിൽ വയലിൻ്റെ എക്സസൈസും നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോൾ 4ൻ്റെ എക്സസൈസാണ്. അപ്പോൾ ഇത് രണ്ടും നല്ല വൃത്തിയായിട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ PDF നമ്മുടെ പോർട്ടലിൽ ഷെയർ ചെയ്യും. നിങ്ങളുടെ ജോലി ഇത് സോൾവ് ചെയ്തിട്ട് ഉത്തരം നമുക്ക് തിരിച്ച് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സ്ക്രിപ്റ്റ്. അധിക എക്സസൈസിൽ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വെക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ സിൻടാക്സ് ഒക്കെ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്നൊരു റിവിഷൻ പോലെ ആക്കിത്തരാം. ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഇതിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, എല്ലാം ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുകയാണ്, കുറച്ച് തള്ളിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സംഗതികൾ എന്തായിരിക്കും, റിപ്പീറ്റ് ചെയ്യപ്പെടും. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെടും? I ആദ്യം 0 ആണ്, പിന്നെ I 1 ആണ്, പിന്നെ I 2 ആണ് എന്ന് പറയുമ്പോൾ മൊത്തം നമുക്കത് 3 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടും. അതാണ് ഇതിലെ മെയിൻ കാര്യം. ഈ ലൈന് ഇൻറ്റൻറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടത് റിപ്പീറ്റ് ചെയ്യപ്പെടത്തില്ല, ഒരു പ്രാവശ്യം മാത്രമേ എഴുതത്തുള്ളൂ. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കുകയല്ല വേണ്ട, നിങ്ങൾ പുസ്തകത്തിൽ എഴുതി അതിൻ്റെ ഔട്ട്പുട്ട് എഴുതാൻ. അതിനുശേഷം നിങ്ങളുടെ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത പ്രോഗ്രാം ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതിപ്പം ഇത് റൺ ചെയ്ത് അപ്പോൾ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ എനിക്ക് നിങ്ങളെ ഔട്ട്പുട്ട് കാണരുതെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, സെല്ലിൽ പോയിട്ട് എനിക്ക് എന്തുണ്ട് ഓപ്ഷൻ, കറണ്ട് ഔട്ട്പുട്ട്, അതിനെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഔട്ട്പുട്ട് അങ്ങ് പോയി. സെല്ലിൽ പോവുക, സെല്ല് സെലക്ട് ചെയ്യുക, കറണ്ട് ഔട്ട്പുട്ട് എടുക്കുക, അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ ആ ഔട്ട്പുട്ട് പോയി. അപ്പോൾ ആ ജൂപ്പിറ്റർ നോട്ട്ബുക്കിലൊരു കാര്യം ഇതിൻ്റെ ഇടയിൽ പഠിച്ചേ. അടുത്തത് റൈറ്റ് എ പ്രോഗ്രാം ടു ജനറേറ്റ് ദ ഫോളോയിങ് പാറ്റേൺ. ഇത് വളരെ ഈസിയാണ്, മനസ്സിലായില്ലേ? അത് ഞാൻ കൂടുതൽ അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. അടുത്തത് ഏകദേശം അതേപോലെ തന്നെയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ലൈൻ റൈറ്റ് എ പ്രോഗ്രാം ടു ജനറേറ്റ് ദ ഫോളോയിങ് പാറ്റേൺ, ആദ്യത്തതിൽ 3 സ്റ്റാറുണ്ട്, രണ്ടാമത്തതിൽ 5 സ്റ്റാറുണ്ട്, ലാസ്റ്റ് ലൈനിൽ 7 സ്റ്റാറുണ്ട്. അപ്പോൾ നമുക്ക് റേഞ്ച്, ഇപ്പോൾ നമ്മൾ റേഞ്ച് 8 മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ 0 മുതൽ 7 വരെ വരാൻ, 0 മുതൽ 7 വരെ വരും, 8 പ്രാവശ്യം വരും. പക്ഷെ നമുക്ക് തുടക്കം 0 അല്ല വേണ്ടത്, തുടക്കം 3 സ്റ്റാറാണ് വേണ്ടത്. റേഞ്ച് 3, 8, 3 കഴിഞ്ഞാൽ പിന്നെ 5 വേണം, 2. അപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും റേഞ്ചിൻ്റെ സിൻടാക്സ് എന്താണ്. റേഞ്ചിൻ്റെ സിൻടാക്സ് ഞാൻ താഴെ കൊടുക്കാം. റേഞ്ചിൻ്റെ സിൻടാക്സ് ഇതാണ്, റേഞ്ച് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ ഇതാണ് റേഞ്ചിൻ്റെ സിൻടാക്സ്. അപ്പോൾ ഈ റേഞ്ച് കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോർ I ഇൻ റേഞ്ച് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഇത് കിട്ടും. അടുത്തത് ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സ്ക്രിപ്റ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കത് മനസ്സിലാൻ വേണ്ടി തന്നെയാണ് റേഞ്ച് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റാർട്ട് എത്രയാണ്, 3 വരും, 3 കഴിഞ്ഞാൽ പിന്നെ 5 വരും, 5 കഴിഞ്ഞ് 7 വരും, 7 കഴിഞ്ഞാൽ പിന്നെ 9 വരും, 11 വരുമോ ഇല്ല, 11 10നേക്കാളും കൂടുതലാണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ ലൈനിൽ 5 ഉണ്ട്, അവസാനം 1 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഇതാണ്. റേഞ്ച് ആദ്യത്തെ ലൈനിൽ എത്രയുള്ളത്, 5 ഉണ്ട്, പിന്നത്തെ ലൈനിൽ 4, പിന്നെ അവസാനം നമുക്ക് 1 വരെ വേണം. അപ്പോൾ 0, അപ്പം -1 കൊടുക്കാം സ്റ്റെപ്പിന്. അപ്പോൾ എല്ലാവരും ഇത് വൃത്തിയായിട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്യുക, എന്നിട്ട് നമുക്ക് ഉത്തരം ഷെയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൊല്യൂഷനും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം സൊല്യൂഷൻ നോക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. അങ്ങനെ നമ്മൾ മൊഡ്യൂൾ 3 വൈലും ഫോറും രണ്ടും കഴിഞ്ഞു. അത് രണ്ടും ഐറ്ററേറ്റീവ് ലൂപ്സ് ആണ്.